വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ കൂടി ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, ഈ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ്. അയ്യന്റെ പൊന്ന് ആന്ധ്രയിലെത്തി എന്നുള്ള കണ്ടെത്തലിലേക്ക് SIT എത്തുമ്പോൾ അതെങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? അയ്യന്റെ പൊന്ന് ആന്ധ്രയിലേക്കും മാത്രമല്ല AICC ആസ്ഥാനത്തും AKG സെന്ററിലും എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങളൊക്കെ തുടക്കം തൊട്ട് പറയുന്ന കാര്യമാണ്. കാരണം ഇതിന്റെ അന്തർ സംസ്ഥാന ബന്ധങ്ങള്, അന്താരാഷ്ട്ര ബന്ധങ്ങൾ തുടങ്ങിയവയെപ്പറ്റി നമ്മൾ ഇതിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടത് ഈ കേസ് ഒരു SITക്ക് മാത്രമായി അന്വേഷിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ജനൻ TVയുടെ ലേഖകൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചു കാണുമല്ലോ, ആന്ധ്രയിലേക്ക് SITയുടെ അന്വേഷണം പോകുന്നതിന് പരിമിതിയുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. CBI പോലുള്ള ഏജൻസികൾ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചില്ല എങ്കിൽ ഈ കേസ് ഒരു സ്വാഭാവികമായ അന്ത്യത്തിലേക്ക് പോകും. കാരണം ഇതിന്റെ പിന്നിലെ കോടാനുകോടി രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്മാർട്ട് ക്രിയേഷൻസിനും ഇത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് അന്വേഷണം വേണ്ടത്. അതൊരു ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് സൂചനകളുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം മുൻ ദേവസ്വം മന്ത്രി എത്ര ധൈര്യവാനായിട്ടാണ് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്ക് ഹെൽമറ്റ് പോലും വെക്കാതെ കയറിച്ചെന്നത്. അതൊരു ഒത്തുതീർപ്പാണ് എന്നുള്ളതിന്റെ സൂചനയാണ്. കാരണം ഇതിനകത്ത് രണ്ടു കൂട്ടരും ഒരേപോലെ തന്നെ കുറ്റക്കാരായി മാറാൻ സാധ്യതയുണ്ട്. AICCയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാര്, ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാര് ഒക്കെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് SIT പോലെയുള്ള ഒരു ഏജൻസിക്ക് ഈ കേസ് കൃത്യമായി അന്വേഷിച്ച് തെളിവുകൾ ശേഖരിച്ച് പ്രതികളെ ശിക്ഷ മേടിച്ചു കൊടുക്കാനുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ഇത് CBIയുടെ അന്വേഷണം വേണമെന്ന് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഹൈക്കോടതി എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല SITയെ അമിതമായി വിശ്വസിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അത് സാധാരണ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ആശങ്കയുണ്ട് അക്കാര്യത്തില്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രിയായ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഹൈക്കോടതിയുടെ ഇടപെടലിൽ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കേസിനകത്ത് ഞങ്ങളുടെ ഒരു ആശങ്ക തന്നെയാണത്. CBIയുടെ ഒരു അന്വേഷണം ഞങ്ങളും വിശ്വ ഹിന്ദു പരിഷത്തും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും തദ്ദേശ സമാജവും ഒക്കെ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ നാളിതുവരെയായിട്ടും അത്തരത്തിലുള്ള അന്വേഷണം ഉണ്ടായിട്ടില്ല. യഥാർത്ഥ പ്രതികളിലേക്ക് കേസ് അന്വേഷണം ചെന്നെത്തിയിട്ടില്ല. തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഭക്തജന സമൂഹത്തിന് ആശങ്കയുണ്ട്. അതുകൊണ്ട് ഇതിന്റെ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ അന്വേഷിക്കേണ്ടത് CBIക്ക് വിടുക തന്നെ വേണം. അല്ല എങ്കിൽ യഥാർത്ഥ പ്രതികള് ഇതിന്റെ ഈ കൃഷിയിലേക്ക് പുറകിൽ നിൽക്കുകയും ചെറിയ ചെറിയ മത്സ്യങ്ങൾ മാത്രം വലയിലേക്ക് കുരുങ്ങുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടാകും. വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.